15 മുതലുള്ള ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും. നമോസ്തു കാന്ത്यै കമലേക്ഷണായേ നമോസ്തു ഭൂത്यै ഭുവനപ്രസൂത്यै നമോസ്തു ദേവാദിഭിരർച്ചിതായേ നമോസ്തു നന്ദാത്മജവല്ലഭായേ. താമരപ്പൂ പോലെയുള്ള കണ്ണുള്ള കാന്തിസ്വരൂപിണിക്ക് നമസ്കാരം. ജഗന്മാതാവായ ശ്രേയസ്വരൂപിണിക്ക് നമസ്കാരം. ദേവാദികളാൽ പൂജിക്കപ്പെട്ടവൾക്ക് നമസ്കാരം. നന്ദപുത്രൻ്റെ പത്നിക്ക് നമസ്കാരം. സമ്പത്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാനവിഭവാനി സരോരുഹാക്ഷി ത്വദ്വന്ദനാനി ദുരിതാഹരണേദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ. മാതാവേ, താമര കണ്ണുള്ളവളെ, അവിടത്തേക്കായി ചെയ്യുന്ന വന്ദനങ്ങൾ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവയും ഇന്ദ്രിയങ്ങളെല്ലാം ആനന്ദിപ്പിക്കുന്നവയും സാമ്രാജ്യ വിഭവങ്ങൾ നൽകുന്നവയും ദുരിതങ്ങളെ ഒടുക്കുന്നവയുമായി ഭവിക്കുന്നു. സരസിജനിലയേ സരോജഹസ്തേ ധവളതമാം ശുഗന്ധമാല്യശോഭേ ഭവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതികരി പ്രസീദമഹ്യം. താമരപ്പൂവിൽ കുടികൊള്ളുന്നവളെ, താമരപ്പൂവ് കയ്യിലേന്തിയവളെ, വെള്ളവസ്ത്രം, ചന്ദനം, മാല എന്നിവ കൊണ്ട് ശോഭിക്കുന്നവളെ, വിഷ്ണുപ്രിയേ, മനോഹരി, 3 ലോകത്തിനും ഐശ്വര്യം പകരുന്നവളെ, ഭഗവതി, എന്നിൽ പ്രസാദിച്ചാലും. ദിഗ്ഗസ്തിഭി കനകകുംഭമുഖാവസൃഷ്ട സ്വർവാഹിനി വിമലചാരുജലാപ്ലുതാഗീം പ്രാതർനമാമി ജഗദാം ജനനീമശേഷ ലോകാദിനാഥഗൃഹണീമമൃതാബ്ധിപുത്രീം. 8 ആനകളാൽ സ്വർണകുംഭങ്ങളാകുന്ന മുഖത്ത് നിന്ന് പൊഴിക്കപ്പെടുന്ന ഗംഗയിലെ നിർമ്മലവും ചേതോഹരവുമായ ജലം കൊണ്ട് മെയ് കഴുകിയവളും സമസ്ത ലോകത്തിനും ഈശ്വരനായുള്ളവൻ്റെ ഗൃഹിണിയും അമൃതക്കടലിൻ്റെ പുത്രിയുമായ ലോകമാതാവിനെ ഞാൻ പ്രഭാതത്തിൽ നമസ്കരിക്കുന്നു. കമലേ കമലാക്ഷവല്ലഭേ തേ കരുണാപൂരതരംഗിതൈരപാംഗേ അവലോകയ മാമകിഞ്ചനാനാം പ്രഥമം പാത്രമകൃത്രിമം ദയായാം. വിഷ്ണുപ്രിയയായ ലക്ഷ്മീദേവി, അവിടുത്തെ കരുണ നിറഞ്ഞ കടാക്ഷങ്ങളെക്കൊണ്ട് ദരിദ്രന്മാരിൽ വച്ച് ഒന്നാമനും യഥാർത്ഥത്തിൽ ദയാപാത്രവുമായ എന്നെ നോക്കേണമേ. ദേവി പ്രസീദ ജഗദീശ്വരി ലോകമാതാ കല്യാണഗാത്രി കമലേക്ഷണ ജീവനാഥേ ദാരിദ്ര്യഭീതഹൃദയം ശരണാഗതം മാം ആലോകയ പ്രതിദിനം സദൈരപാംഗേ. ലോകത്തിന് ഐശ്വര്യം നൽകുന്നവളെ, ലോകമാതാവേ, മംഗളസ്വരൂപിണി, വിഷ്ണുവിന് ജീവനാഥയായിട്ടുള്ളവളെ, ദേവി, പ്രസാദിച്ചാലും. ദാരിദ്ര്യം കൊണ്ട് ഭീതി പൂണ്ട ഹൃദയത്തോടുകൂടി ശരണം തേടി വന്ന എന്നെ ദയാപൂർണങ്ങളായ കടക്കണ്ണുകൾ കൊണ്ട് ദിവസവും നോക്കിയാലും. സ്തുവന്തിയേ സ്തുതിഭിരമുഭിരന്വഹം ത്രയീമയീം ത്രിഭുവനമാതരം രമാം ഗുണാതികാ ഗുരുധനധാന്യഭാവിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയാ. ഫലശ്രുതി. ഈ സ്തുതിവചനങ്ങൾ കൊണ്ട് വേദസ്വരൂപിണിയും ത്രിലോകമാതാവുമായ ലക്ഷ്മീദേവിയെ ആരാണോ ദിവസവും സ്തുതിക്കുന്നത് അവർ ഗുണോത്കൃഷ്ടരും ഏറെ ധനധാന്യങ്ങൾക്ക് അവകാശികളും ലോകം അനുഭവിച്ചറിഞ്ഞവരും സംസാരത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചറിഞ്ഞ് പക്വത വന്നവരുമായി ഭവിക്കുന്നു.